4 പേര് കൂടി ഒരു പക്ഷപാതക്കാരനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു ആ മനുഷ്യനോട് പറയുകയാണ്, മകനെ ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. ഒരു പാപിയെ മകനെ എന്ന് വിളിക്കുക, ധൈര്യമായിരിക്കാൻ പറയുക. ഒരു പോലീസുകാരൻ പറയുമോ? ഒരു ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് ഒരു കുറ്റവാളിയെ. അവിടുത്തെ ജയിലർ പറയുമോ, മകനെ ധൈര്യമായിരിക്കും, ഇവിടെ ഞാൻ എല്ലാം നോക്കിക്കോളാം എന്ന് പറയുമോ? പ്രതി കൂട്ടി നിൽക്കുന്ന പ്രതിയോട് ജഡ്ജി പറയുമോ, ധൈര്യമായിരിക്കും, ഞാൻ എല്ലാം ശരിയാക്കാമെന്ന് പറയുമോ? ഇല്ല. സ്വന്തം അപ്പനും അമ്മയും ചിലപ്പോൾ പറഞ്ഞേക്കാം, കാരണം ഇവൻ ആത്മഹത്യ ചെയ്യോ എന്ന് പേടിച്ചിട്ട് നിരാശപ്പെടുത്താതിരിക്കാൻ പറഞ്ഞേക്കാം. ഉള്ളുകൊണ്ട് ക്ഷമിച്ച് ആത്മാർത്ഥമായിട്ട് പറയുന്ന ഒരാളെ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ വന്നു എന്നുള്ളത് എല്ലാവരും വിശ്വസിപ്പാൻ യോഗ്യമായ വചനം. ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും വിശ്വസിപ്പാൻ യോഗ്യമായ വചനമാണ്. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ വന്നു. പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലുണ്ടല്ലോ, നിങ്ങൾക്ക് ധൈര്യമായി, നിങ്ങൾക്കൊരു സ്റ്റാൻഡായി. വീടില്ലാത്തതാണ് പ്രശ്നം, കടബാധ്യതയാണ് പ്രശ്നം, ശത്രുക്കളാണ് പ്രശ്നം, കുടുംബജീവിതത്തിലാണ് പ്രശ്നം, സാമ്പത്തികമാണ് പ്രശ്നം. പ്രിയപ്പെട്ട സഹോദരി, നിങ്ങൾ പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ നിങ്ങൾക്ക് ചവിട്ടി നിൽക്കാനുള്ള ഗ്രൗണ്ടായി. നിങ്ങൾക്ക് ചങ്കൂറ്റത്തോടെ ഏത് വിഷയത്തെയും നേരിടാൻ പറ്റും. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെന്നുള്ള ആ ബെനിഫിറ്റ് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. യേശുവിലേക്ക് വരിക, അനുഗ്രഹിക്കപ്പെടുക.